ആ ഇടയ്ക്കായിരുന്നു മന്ദാകിനിയുടെ അച്ഛനും അമ്മയും നങ്ങേമ്മ വല്യമ്മയും മകളുടെ ക്ഷേമം അന്വേഷിച്ച് ഗൃഹത്തിലെത്തിയത്. കറുപ്പുസ്വാമി ഓടി നടന്ന് അവരെ സ്വീകരിക്കുവാനുള്ള തത്രപ്പാടുകൾ നടത്തി. നല്ലൊരു സൽക്കാരവും നടത്തി. പക്ഷേ മകളുടെ മുഖത്തെ വിഷാദവും ശങ്കരൻ്റെ അടിമവേഷവും കുറച്ചൊന്നുമല്ല അവരെ വിഷമവൃത്തത്തിലാക്കിയത്. അവിടെയും മന്ദാകിനി തൻ്റെ ഉള്ളു മറച്ചു വെച്ചു. 1000 ജന്മങ്ങളുണ്ടെങ്കിലും അതെല്ലാം തൻ്റെ ശങ്കരേട്ടനൊപ്പം എന്ന് പ്രതിജ്ഞ ചെയ്ത് 21 തിങ്കളാഴ്ച നോയമ്പും നോറ്റ് പറ്റാവുന്ന എല്ലാ ഞായറാഴ്ചയും ദുർഗാദേവിയെ നമിച്ച് താൻ നേടിയെടുത്തതാണ് തൻ്റെ ശങ്കരേട്ടനെ. തിരിഞ്ഞു നോക്കുമ്പോൾ തനിക്കൊരു കുറ്റബോധവും തോന്നുന്നില്ല, മറിച്ച് അഹങ്കാരമല്ലാതെ. പക്ഷേ മന്ദാകിനി ഒന്ന് വിക്കി. ആ തേങ്ങൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നൂറ്റാണ്ടുകാലത്തെ സങ്കടധ്വനികളുണ്ടാക്കി. അന്നു രാവിലെ തൻ്റെ ഇംഗിതം മന്ദാകിനി ഏട്ടത്തിയമ്മയോട് പറഞ്ഞു. തനിക്കും ശങ്കരേട്ടനും ഒരു മുറിയിൽ കിടന്നുറങ്ങാനുള്ള അനുവാദം ഏട്ടനിൽ നിന്നും വാങ്ങിത്തരണമെന്ന ആവശ്യം ഉന്നയിച്ചു. അതു ശരിയാണെന്ന് സരോജത്തിനും തോന്നി. മംഗല്യം കഴിഞ്ഞെങ്കിലും ഒരുമിച്ച് ജീവിക്കാൻ അദ്ദേഹം അവരെ അനുവദിച്ചിട്ടില്ല. അതിനുള്ള സമയ സാഹചര്യങ്ങൾ അടുത്തെത്തിയിട്ടില്ല എന്ന വാദം തികച്ചും അവാസ്തവികമാണെന്നറിഞ്ഞു തന്നെ സരോജം ചോദ്യം ആവർത്തിച്ചു. മാനത്തെ ചന്ദ്രിക ഇരുളിൽ മറഞ്ഞു. കറുപ്പുസ്വാമി ഉറഞ്ഞു തുള്ളി. തൻ്റെ ഇംഗിതം മറികടന്ന് തീരുമാനം കൈക്കൊള്ളാൻ ആർക്ക് അനുവാദം നൽകി? ക്രോധാകുലനായ അയാൾ സ്വയം മറന്നു. അതിനുള്ള ശിക്ഷ മന്ദാകിനിക്ക് കിട്ടി.